വളരെ കുറച്ച് അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് എൻ്റെ ഈ ഒരു ചാനലിലുള്ളൂ. അത് ഏകദേശം 150 പേര് താഴെയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതിൽ വളരെ കുറച്ച് പേരാണ് വീഡിയോസ് കാണുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനിയിപ്പോൾ കാണുന്ന ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാകും എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇവർ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്. ചില സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്തിനായിരിക്കും എന്താ പറയുക, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും, അത് വേറൊരു വശം. പക്ഷേ എന്നാലും ചെയ്യാൻ സാധിക്കാറില്ലല്ലോ. അപ്പോൾ സാധിക്കാത്ത സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിലൊരു കാര്യമാണ്. ഞാൻ എന്താ പറയുക, ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ളൊരു വ്യക്തിയായിരുന്നു. അതായത് സ്റ്റേജിൽ കയറിയെന്നോ അല്ലെങ്കിൽ മറ്റൊരു 10 പേര് കൂടുന്ന സ്ഥലത്തുനിന്നോ സംസാരിക്കുക അല്ലെങ്കിൽ അവരോട് ഇൻട്രാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ സംബന്ധിച്ച് എന്തോ വലിയ മലയെടുത്ത് പൊക്കുന്നതിന് തുല്യമായിരുന്നു. അത് പറ്റിയല്ലായിരുന്നു എന്ന് പറയാം. ആ പറ്റിയല്ലാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. പേടി കാരണം അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പ്രതിജ്ഞ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒന്നുതൊട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഒരിക്കലും നമ്മൾ മറന്നു പോകേണ്ട സംഭവമേ അല്ല. അതായത് ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച എത്ര വർഷം കഴിഞ്ഞാലും ആ ഡ്രൈവിംഗ് നമ്മൾ മറന്നു പോകത്തില്ല. മറന്നു പോയാൽ അത് നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് പ്രതിജ്ഞ എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞ് പഠിച്ചു വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ഒരു സമയത്ത് അസംബ്ലി കയറുന്ന പ്രതിജ്ഞ പറഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം മറന്നുപോയി. ഞാൻ റിപ്പീറ്റ് ചെയ്ത് 1-2 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. ലാസ്റ്റ് ഹെഡ് മാസ്റ്റർ പറഞ്ഞു, നീ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പം എന്താ പറയുക, അത്രത്തോളം സ്റ്റേജ് ഫിയർ ഉള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പം നമുക്കിപ്പോൾ എന്നും ഇറങ്ങി 100 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനോ അവരോട് ഇൻട്രാക്ട് ചെയ്യാനോ പറ്റത്തില്ല. അപ്പം ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതിലൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ സംസാരിക്കുക. അല്ലെങ്കിൽ അത് ഇനിയിപ്പം 4 പേർക്ക് ഗുണം ചെയ്യുക എന്നുള്ളതല്ല, പക്ഷേ എനിക്കത് മേ ബി ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ ഇത്ര എൻ്റെ പഴയ വീഡിയോസൊക്കെ, ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല, എന്നാലും പഴയ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ ഞാൻ ഭയങ്കര ഭയങ്കര ഒരു ബുദ്ധിമുട്ടോട് കൂടി അല്ലെങ്കിൽ ഭയങ്കര എന്തോ ഒരു വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ. അത് നിങ്ങൾക്ക് പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ മേ ബി മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ പൈസ എക്സ്പെക്ട് ചെയ്തോ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് പൈസ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റിയെടുക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അത് ചിലപ്പോൾ മേ ബി മറ്റു പലർക്കും ചിലപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉപയോഗപ്പെട്ടായിരിക്കും. അതൊക്കെ എന്താ പറയുക, ഇതിൽ കിട്ടുന്ന ബോണസുകളാണ്. ഞാൻ പൈസയ്ക്ക് വേണ്ടി അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 4 പേര് കണ്ടാലും കണ്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമുള്ള കേസായിട്ട് എനിക്ക് തോന്നാറില്ല പലപ്പോഴും. കണ്ട സന്തോഷം, എന്താ പറയുക, ഇത്രയും പേര് കണ്ടല്ലോ എന്നൊരു ആശ്വാസം ഉണ്ടാവും. ഇനിയിപ്പോൾ കണ്ടില്ലെന്നും വെച്ചുകൊണ്ട് ഞാനിപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു ഡിപ്രഷനോട്ട് പോയി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് ആൾക്കാരും കാണാനില്ലല്ലോ എന്നുള്ള ചിന്തയോ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 100 അല്ല 150 അല്ല, ഇനിയിപ്പോൾ നാളെ 1000 പേരായാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ 100 പേരെ ഉള്ളെന്നുണ്ടെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എനിക്കെന്തോ ഒരു ചെറിയൊരു സന്തോഷം അല്ലെങ്കിൽ ചെറിയ എന്തോ ഒരു സംഭവം നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മളത് ചെയ്യുന്നു. ഇനിയിപ്പോൾ നാളെ, കാരണം എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ ഉള്ള സമയത്ത്, അത് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതും ഇത് എഡിറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മാറ്റി വെച്ചിട്ടല്ല ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതത്ര എന്താ പറയുക, അപ്പം 1000 പേര് കണ്ടില്ലല്ലോ എന്നൊരു ചിന്തയൊന്നും ഇല്ല. അതിനെക്കുറിച്ച് ഓർത്ത് ഞാനങ്ങനെ വെറി ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ടാൽ നല്ലത്, അത്രേ ഉള്ളൂ. പിന്നെ എന്തായാലും കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. കാരണം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരാൾ ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ ഒരാൾ കൂടുകയാണ്. അപ്പം അയാൾ നമ്മൾ തിരിച്ച് ഫോളോ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചിൽ പോലെയൊക്കെയാണ് നമുക്ക് പലർക്കും ഫീൽ ചെയ്യുക. പക്ഷേ യൂട്യൂബിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മളൊരാളെ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാളുടെ വീഡിയോ കാണാം, അത് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോ കാണാം, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട എന്നൊരു സംഭവമാണ്. അതിപ്പം മറ്റൊരാൾ നമ്മളൊരാൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ആരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും അല്ലെങ്കിൽ ഞാൻ അറിയാവുന്നവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കാണാം. മേ ബി നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.